അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് അസ്കറും ഉമ്മയും ഷിഫയും. ഷമ്മാസിൻ്റെ ഉമ്മ ഓരോ തമാശകൾ പറഞ്ഞു. എന്തെന്നറിയില്ല, ആ ഉമ്മയെ അവർക്കെല്ലാവർക്കും ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഷിഫയോട് ഉമ്മ പ്രത്യേകമായി പറയുന്നു, മോളെ ഷിഫ, പിന്നെ ഞാൻ ഈ പറയണത് ഈ കളിയായിട്ട് എടുക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞത് എന്താ അറിയില്ല, എനിക്കെൻ്റെ ഷമ്മാസ് മോനെ പോലെ തന്നെയാണ് ആ കുട്ടീനെ തോന്നുന്നത്. എന്താ അറിയില്ല, ഓലെണ്ടാളും വലിയ മാറ്റമൊന്നുമില്ല. അതുമല്ല, ഈ നുസൈബി ആണെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പും അല്ലേ, എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഓളല്ലേ നിൽക്കണത്. അപ്പോൾ എനിക്കും വേണ്ട മോളെ ഒരു ജീവിതം. ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ അത് പറയണത്. മോളെ, എന്തായാലും വിവാഹം നമുക്ക് കഴിക്കൽ നിർബന്ധമാണ്. അല്ലാതെ വിവാഹം കഴിക്കാതെ ആരും നടക്കുമൊന്നുമില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതുണ്ടാവും. അപ്പോൾ എനിക്കെന്താ അറിയില്ല, അത് കണ്ടപ്പോൾ വല്ലാത്തൊരു മനസ്സുക്കൊരു സന്തോഷം. എൻ്റെ നുസൈബമ്മൾക്കും ഷമ്മാസിനും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി ഇത്രയ്ക്കും ഹെൽപ്പ് ചെയ്ത നീയെ കല്യാണം കഴിക്കാതെ നടക്കണമെന്ന് പറയുമ്പോൾ അതൊരു സങ്കടമല്ലേ മോളെ ഷിഫ. ഞാൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മാനോട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ നമുക്ക് രണ്ടും കൂടി ഒന്നങ്ങോട്ട് ആക്കാലോ. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണം. എന്തേ പറ്റൂലേ? ഷിഫ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര ഉമ്മ, എൻ്റെതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല മോളെ. അതൊക്കെ ശരിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്നാലും ഇപ്പം നിക്കാണ്ട് കഴിച്ചിട്ടാ പോരെ, കല്യാണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാക്കിയാൽ പോരെ. ഉമ്മ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും കല്യാണം കഴിയണം. അത് കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം. അതേ ഞാനിപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാ ഇനി പിന്നെ എൻ്റെത്. പിന്നെ ആള് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, അവിടെ ഉണ്ടല്ലോ. ഷിഫ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആടി കള്ളി, അപ്പം എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് ഉണ്ടല്ലേ? ഹേ ഇല്ലല്ല പഠിച്ചവനെ, ഞാനങ്ങനെ കരുതിയിട്ട് പോലും ഇല്ല. സത്യമായിട്ടും ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതാണ്. ആയിക്കോട്ടെ മോളെ, എന്നായിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോയതാ ഷമ്മാസിൻ്റെ ഉമ്മ ഷിഫയുടെ ഉമ്മയെ വിളിക്കുന്നു. താത്ത, എന്തൊക്കെയെന്നാ ഞങ്ങളവിടെ ഇറങ്ങിയാലോ? അല്ലേ, ഞാനൊരു കാര്യം പറയാൻ എന്നെ വിളിച്ചത്. ഇവിടെ വാ, ഇനി പോലൊന്നും കേൾക്കണ്ട. എന്തേ? അതെ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം കേട്ടോ. ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ പൊറുക്കണം. അതായത് എന്തായാലും എനിക്കെൻ്റെ മരുമകളെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അത് കെട്ടണതോ എൻ്റെ പൊന്നു മോന് ഷമ്മാസ്. അപ്പോൾ ഷമ്മാസ് സേബിയെയും നല്ല പരിചയമുള്ള ആളാണ് നമ്മൾ ഷിഫ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ കണ്ടപ്പോഴേ, ആ ഉമ്മാൻ്റെ മോനെ കണ്ടപ്പോൾ ശരിക്കും എന്താ അറിയില്ല, വല്ലാത്തൊരു മനസ്സൊക്കെ പിടുത്തം വന്നിക്കുക. ഒന്ന് ഈ ശരിക്കും കണ്ടക്കണോ ഓനെ? ഒന്ന് ശരിക്കും നോക്കും. നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, എന്താ എനിക്ക് നിങ്ങളെന്താ പറയണത്? അല്ലേ, ഞാനൊന്നുമല്ല. നമ്മളെ ഷിഫ കുട്ടീനെ കൊണ്ടേ ഓനങ്ങോട്ട് കെട്ടിച്ചാലോ? ഓൾ തമ്മിൽ നിക്കാഹ് കഴിപ്പിച്ചാലോ? അതിനിപ്പോൾ എന്താ? അത് കേട്ടപ്പോൾ ഷിഫയുടെ ഉമ്മ പറഞ്ഞു, താത്ത, അതിപ്പോൾ ഓല് വലിയ തറവാട്ടുകാരാണേ. ഓലെന്ന് വെച്ചാൽ നമ്മളെ പോലെ ഒന്നല്ല. ഞമ്മക്ക് പറഞ്ഞാൽ ഉള്ള ഒരു കിടപ്പാടും അവൻ തന്നെ ഉള്ളൂ. പിന്നെ ഓളപ്പ അതിങ്ങനെ ഗൾഫിൽ പോവും, അധ്വാനിക്കും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇബലെന്ന് വെച്ചാൽ വലിയ തറവാട്ടുകാരാണ്. തറവാട്ടുകാരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഓല എന്താ ഒരു ഇനീഷ്യൽ പറഞ്ഞു കിട്ടിയല്ലോ, അത്രക്കും വലിയ ടീമാണ്. ഓലെ പേരും കൂടിയെ കണ്ടാലേ നമ്മളുടെ ഒന്നുമല്ല. നമ്മളുടെയൊക്കെ സാധാ 2 ബെഡ്റൂമും കിച്ചണൊക്കെ ഉള്ള സാധാരണ ഒരു ചെറിയ വീടാണ്. പക്ഷെ ഓലെ വീടൊക്കെ കണ്ടാലേ വലിയ കൊട്ടാരം കണക്കുള്ള വീടാണ്. അപ്പം ഇങ്ങനെ ഈ അത് കണ്ടത്? ആ, ഞാനങ്ങോട്ട് പോയിരുന്നു, മോളെ കൂടെയാണ് പോയത്. പഠിച്ചോനെ, കണ്ട നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, കാരണം നിങ്ങളെ വീടൊക്കെ അത്രക്കും വലിയ വീടല്ലേ. പക്ഷേ അവരെ വീട് കണ്ടാലേ നമ്മൾ ഞെട്ടിപ്പോവും, ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു തറവാട്ടിക്ക് അത് വേണ്ട, അത് നടക്കും തോന്നുന്നില്ല. കാരണം ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നമുക്ക് അത്ര ഒന്നുമില്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. ആര് പറഞ്ഞേ? അല്ലെങ്കിൽ സ്വത്തും മുതലൊന്നും നോക്കിയിട്ടില്ലല്ലോ മക്കളെ കെട്ടിക്കേണ്ടത്, ഓല മനസ്സ് നോക്കിയിട്ടാണ്. ഓല മനസ്സ് എങ്ങനെയാണ് അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതിനനുസരിച്ച് കെട്ടിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ അതൊന്നും നോക്കിയിട്ട് കെട്ടിച്ചാലേ വേണ്ട എന്നല്ല, ആവശ്യത്തിന് വേണം. പക്ഷേ എന്നാലും കുട്ടികളെ മനസ്സുകൂടി ഒന്ന് ചോദിച്ചറിഞ്ഞാലേ ഓൾക്ക് സമാധാനത്തിലുള്ള ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ആയിരിക്കും നല്ലത്.
ഞാൻ ചോദിച്ചു നോക്കട്ടെ ഓളപ്പാനോടൊക്കെ. പിന്നെ ആ കുട്ടീനെ കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നുസൈബാൻ്റെ കല്യാണമൊക്കെ റെഡിയായി തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ കുട്ടിക്കും വേണില്ല റബ്ബേ ഒരു നിക്കാഹ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴുണ്ട് ഇവനെ ഞാൻ അങ്ങനെയാണ് കാണാനിടയായത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു മോഹം വന്നു. എൻ്റെ കുട്ടിക്ക് പറ്റിയൊരാളാണ് എന്നൊക്കെ എനിക്കൊരു തോന്നൽ. ആ അതന്നെ എനിക്കും തോന്നിയത്. അതെ, ഹയറാണെങ്കിലേ അങ്ങോട്ട് ഉണ്ടാക്കുക നല്ലത്. കാര്യങ്ങളൊക്കെ ഓലോടൊക്കെ ഒന്ന് പറയാം. പറഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. അതിന് ആ പെണ്ണ് സമ്മതിക്കണില്ലല്ലേ? ഓളോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഓള് പറയണത് എൻ്റെ കല്യാണം പത്തിനൊന്നും വേണ്ട, ഞാൻ പഠിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് പറഞ്ഞു വെച്ചാലതായില്ലേ? അതെ, ഈ ഓളോടൊന്ന് പറഞ്ഞോളാം, ശരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്താളാം. അപ്പോഴതാ അസ്കറിൻ്റെ ഉമ്മ അടുക്കളയുടെ ഭാഗത്തേക്ക് വരുന്നു. എവിടെ? നിങ്ങളിവിടെയാണോ? എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയല്ലേ, നമുക്ക് ഇറങ്ങല്ലേ? പോട്ടെ, കുറേ സമയമായില്ലേ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ മാപ്പ് പറയാൻ വന്നതാണ്. എൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എൻ്റെ കുട്ടി അറിഞ്ഞിട്ടില്ല. എന്തപ്പോൾ ചെയ്യുക? നിങ്ങളെ മോൻക്ക് അങ്ങനെയൊക്കെ പറ്റിയതിൽ മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ അതുമല്ല, നിങ്ങൾ നഷ്ടപരിഹാരം എത്ര തന്നെ ചോദിച്ചാലും ഞങ്ങൾ തരാട്ടോ, അതിനൊന്നൊരു കുഴപ്പമില്ല. അത് കേട്ട് ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പടച്ച റബ്ബേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? ആർക്ക് നഷ്ടപരിഹാരം? ഒന്നുമില്ല, ഓനക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ അന്ന് നഷ്ടപ്പെട്ടു. പടച്ച റബ്ബ് അതിനേക്കാളും സന്തോഷകരമായത് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ട്. അന്ന് എൻ്റെ കുട്ടിക്ക് അങ്ങനൊരു സങ്കടവാർത്ത ഉണ്ടെങ്കിൽ ഇതാ അൽഹംദുലില്ലാ, പടച്ച റബ്ബിൻ്റെ റാഹത്തായ തീരുമാനം ഇതാ വന്നിരിക്കുന്നു. എന്നാലും ആ സുഖമില്ലാത്തതുകൊണ്ടല്ലേ എനിക്കെൻ്റെ ആദ്യത്തെ മരോളം അങ്ങോട്ട് തിരിച്ചു കിട്ടിയതും അത് കാണാൻ കഴിഞ്ഞതൊക്കെ. അന്ന് വല്ലാത്തൊരു സന്തോഷമായി എനിക്ക്. അതിൻ്റെ ശേഷമല്ലേ എൻ്റെ കുട്ടിക്ക് ബോധം ശരിക്കും തെളിഞ്ഞത്. എൻ്റെ കുട്ടീൻ്റെ കിടപ്പ് എങ്ങനെയായിരുന്നു? പറ്റ ഇതായി കിടക്കുകയായിരുന്നു, ഓർമ്മയില്ല, ഒന്നുമില്ലൊരു ബോധമില്ല. ഇടയ്ക്കൊന്ന് കണ്ണ് തുറക്കും, ഉമ്മ എന്ന് വിളിക്കും, അതന്നെ. പിന്നെ അങ്ങോട്ടതുപോലെ കണ്ണടച്ചുറങ്ങും. പഠിച്ച റബ്ബേ കുറേ ഒന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിക്കണ്. അപ്പോഴല്ലേ എൻ്റെ നുസൈബ വന്നത്. ഓൻ്റെ മുഖത്ത് നോക്കി ഷമ്മാസ് എന്നുള്ളൊരു പേര് വിളിച്ചപ്പോതിന് എൻ്റെ കുട്ടിക്ക് എവിടുന്ന് അറിയില്ല ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടി. പഴയ രീതിയിൽ ഓനങ്ങോട്ട് ആയി കിട്ടിയില്ലേ? ഡോക്ടർ പറഞ്ഞിരുന്നോ, നമ്മുടെ ഹൃദയത്തിൽ തട്ടി ആരെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിൽ ഓരോന്ന് ജസ്റ്റ് വന്ന് വിളിച്ചാൽ തന്നെ ആ ഒരു ഉണർച്ച വരുന്ന്. അതുപോലെ തന്നെ ആയി, അൽഹംദുലില്ലാ. അതിൻ്റെ ശേഷം എനിക്ക് സന്തോഷമാണ്, അതിൻ്റെ ശേഷം എനിക്ക് ദുഃഖം ഉണ്ടായിട്ടില്ല. പടച്ച റബ്ബ് ഇനി ഈ സന്തോഷം കണ്ട് നീട്ടിട്ട് തന്നാൽ മതിയായിരുന്നു. അതാണ് ഞാൻ ദുആ ചെയ്യണത്, യാതൊരു കുഴപ്പമില്ലാതെ. അസ്കറിൻ്റെ ഉമ്മയോട് ഷമ്മാസിൻ്റെ ഉമ്മക്ക് വിവാഹകാര്യത്തെക്കുറിച്ച് പറയാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇപ്പം തന്നെ പറയണ്ട, കാരണം ഓനിപ്പാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നും വിചാരിച്ചു. അങ്ങനെ അതാ അസ്കറിൻ്റെ ഉമ്മയോട് ആ ഉമ്മ നമ്പർ വാങ്ങി വെക്കുന്നു. നിങ്ങൾ നമ്പറൊന്ന് തരിട്ടോ, ഞമ്മക്കേ എപ്പോഴെങ്കിലും അങ്ങോട്ട് വിളിക്കുക ചെയ്യാതോ. താത്ത, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ, ഒരിക്കൽ കൂടി ഇനിയൊന്നും ഉണ്ടാവില്ല ഭാഗത്തുനിന്ന്, ഞങ്ങളെ ഭാഗത്തുനിന്ന്. ഒരു പറ്റൽ പറ്റി മോനെ ഷമ്മാസേ. പിന്നെ ക്ഷമിക്കണം കേട്ടോ, അറിയാതെ. എന്തിനുമ്മ, അതൊന്നും സാരല്ല. എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ കേട്ടു, അതിനെക്കുറിച്ചൊന്നും. അതിലുമ്മ പറഞ്ഞ്, വണ്ടിയോ? ഓനക്ക് എത്രണ്ണം വേണം വണ്ടി? ഇവിടെ 2-3 പോർച്ച് കിടക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓൻ പുതിയത് വാങ്ങും ചെയ്യും. ആ വണ്ടി കൊണ്ട് പോയിക്കോട്ടെ, ഒന്നും സാരമില്ല. ഞങ്ങൾ അതിനുള്ള എത്ര പൈസ തരാൻ ആണെങ്കിലും തയ്യാറാണ് കേട്ടോ. ഒന്നും വേണ്ട, നമുക്ക് അതിനെക്കുറിച്ചൊരു വിഷമേ ഇല്ല. എന്താണെന്നറിയില്ല, നുസൈബയെ കിട്ടുകയാണെന്നറിഞ്ഞപ്പോൾ ഉമ്മ എല്ലാ വിഷമങ്ങളും മറഞ്ഞിരിക്കുന്നു. ഒന്നും ഇപ്പോൾ ഒരു ടെൻഷനുമില്ല. ഉമ്മാക്ക് സന്തോഷം മാത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ എൻ്റെ പൊന്നു ഷമ്മാസ് മോൻ തിരിച്ചവളെ കെട്ടിക്കൊണ്ടുവരികയാണ്. ആ ഒരു സന്തോഷത്തിൽ ഉമ്മാക്ക് എപ്പോഴും ഹാപ്പിയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അപ്പോഴതാ ഷമ്മാസും അസ്കറും കെട്ടിപ്പിടിക്കുന്നു. അവർ സലാം പറയുന്നു. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ, ഇൻഷാ അല്ലാ നമുക്ക് കാണാം. ഓക്കെ. ഉമ്മ പറഞ്ഞു ഷിഫയുടെ ഉമ്മയോട്. അതേ, മാപ്പ് പറഞ്ഞാൽ വന്നോലിപ്പോൾ കല്യാണക്കാരിയായിട്ടാണ് പോണത്. എന്താ അറിയില്ല, എനിക്ക് വല്ലാത്തൊരു പൂതി. ഓനെ
ഷിഫാനെ കൊണ്ട് കെട്ടിക്കാൻ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു എൻ്റെ മനസ്സിൽ കടന്നു കൂടിയേക്കാണ്. അതും കൂടി ഒന്ന് റെഡി ആവണം, എന്നാൽ ഒന്ന് റാഹത്തായി. അത് കേട്ട് ഷിഫയുടെ ഉമ്മ ചിരിച്ചു. ഇൻഷാ അല്ലാ, നിങ്ങൾ ദുആ ചെയ്ത് പഠിച്ചവൻ്റെ വിധി എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും പഠിച്ചോൻ വിചാരിച്ചത് നടക്കുമല്ലോ. ഹൈറാൻ വേണ്ടി ദുആ ചെയ്യട്ടോ. എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും. അവരെല്ലാവരും സലാം പറഞ്ഞ് അതാ പിരിയുകയാണ്. വാഹനത്തിൽ കയറി ഷമ്മാസും ഉമ്മയും പിന്നാലെ. പക്ഷേ മുകളിലത്തെ റൂമിൽ ഫസീലയുണ്ട്. പക്ഷേ അവളൊന്നും ഇറങ്ങി വന്നത് പോലുമില്ല. ആളുകളുടെ ശബ്ദവും ഒക്കെ കേട്ടിട്ടും ഒരു കുലുക്കവും ഇല്ലായിരുന്നു അവൾക്ക്. എന്തോ ഒരു വാശിക്ക് നിൽക്കുന്ന പോലെ. അതിലവർ ചോദിച്ചിരുന്നു ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന്. പക്ഷേ ഉമ്മ അവരൊക്കെ പുറത്ത് ജോലിക്ക് പോയാലും ഒക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. മുകളിൽ ഒരു മരുമകളുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് അവൾ ഇറങ്ങി വരാത്തതെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഉമ്മ അത് വിഷയം മാറ്റുകയായിരുന്നു. ഷാനി ഡ്യൂട്ടിക്ക് പോയതാണ്. പക്ഷേ ഫസീല അവളുണ്ടായിരുന്നു മുകളിൽ. അവൾ വാശി കൊണ്ട് ഇറങ്ങി വന്നില്ല. ഷമ്മാസും ഉമ്മയും അവരുടെ പിന്നാലെ അതാ പോകുന്നു അവരുടെ കാറിൻ്റെ അടുത്തേക്ക്. എല്ലാവരും കാറിൽ കയറി യാത്ര അയക്കുകയാണ് അവരെ. ശരിക്കും ഷമ്മാസ് പറഞ്ഞു, ഉമ്മ അസ്കറിനെ കണ്ടിട്ട് കുറച്ച് എന്നെപ്പോലെയൊക്കെ തോന്നുന്നുണ്ടോ? എന്താ ഉമ്മയുടെ പിറക്കാത്ത മോനെങ്ങാനുമാണോ ഇത്? മോനെ സത്യമായിട്ടിടാ, എനിക്കും അങ്ങനെയൊക്കെ തോന്നുകയാണ്. എന്തെന്നറിയില്ല, രണ്ടാൾ ഒരുപോലെ തന്നെയുണ്ട്. കണ്ട ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നിപ്പോകും. കുറച്ചൊക്കെ അല്ലേ ഉമ്മ? അതേ മോനെ, സത്യമായിട്ടും ഞാൻ പറയുന്നത്. മോനെ, എൻ്റെ മനസ്സിലൊരു ആഗ്രഹടാ ഓനെ കണ്ടപ്പോൾ. എൻ്റെ മോനാണ്. ആണെങ്കിൽ നമ്മളെ നുസൈബാനെ കെട്ടാൻ ഉറപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഓന് പറ്റിയൊരു പെണ്ണല്ലടാ ഷിഫ. ഉമ്മ, സത്യമായിട്ടും എൻ്റെ മനസ്സിലും അതങ്ങ് തോന്നിപ്പോയിരുന്നു. എന്താ ഉമ്മ ഇത്? നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? അതേ മോനെ, എനിക്ക് കണ്ടപ്പോഴേ തോന്നിയേ. ഉമ്മ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഞാനതെങ്ങനെ പറയുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങളിത് പറഞ്ഞത്. ഷിഫക്ക് പറ്റിയൊരാൾ തന്നെ അല്ലേ ഉമ്മ? ആടാ, നിങ്ങളെ കല്യാണം കഴിയുമ്പോഴേ ആ കൂട്ടത്തിൽ അവരുടേതും കൂടി ആകുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. അതുമല്ല, ഷിഫയും അവളും നല്ല ബെസ്റ്റ് ഫ്രണ്ടും അല്ലേ ഉമ്മ? ശരിയാണ്. പക്ഷേ അവൾ കുറച്ച് സ്ട്രോങ് ആണ്. മോനെ, ആ സ്ട്രോങ് നല്ലതാണ് പെൺകുട്ടികൾക്ക്. അത് അവളെ ആവശ്യമുള്ള സ്ഥലത്ത് അവൾ സ്ട്രോങ് ആവും ഉമ്മ. ശരിയാണ്. അവൾ എന്തൊരു കാര്യവും നേടിയെടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ സത്യം അറിയാനാണെങ്കിലും ഒക്കെ അവൾക്ക് അതിലൊരു തിടുക്കമുണ്ട്. അങ്ങനെയുണ്ട്, അല്ലാതെ വെറും പച്ച പാവമായിട്ടല്ല. ശരിയാണ് മോനെ, നല്ല സ്മാർട്ട് പെൺകുട്ടിയാണല്ലേ. എന്തായാലും അവനക്ക് പറ്റിയത് ആകട്ടെ. അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണെങ്കിൽ സന്തോഷമല്ലേ? ശരിയാണമ്മ, അവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും ആ ഉമ്മക്കും ആ മോനും പറ്റിയൊരു പെണ്ണ് തന്നെയാണ്. എന്തായാലും പഠിച്ചവൻ്റെ വിധി പോലെ നടക്കും. ഹയറാണെങ്കിൽ നടക്കട്ടെ അല്ലേ ഉമ്മ? ആ ഒരു വിവരം നുസൈബിയോട് പറയണമെന്ന് ഷമ്മാസിന് തോന്നുകയാണ്. പക്ഷേ രാത്രി ആവണ്ടേ? പകലിനിപ്പോൾ ഉമ്മയുടെ മുമ്പിൽ നിന്നൊക്കെ വിളിച്ചാൽ അത് വേണ്ട. മെസ്സേജൊക്കെ അയക്കുമ്പോൾ അത് വേണ്ട. എന്തായാലും ഉമ്മയ്ക്ക് കിടന്നിട്ട് രാത്രി അവളോടൊന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഇതിനെപ്പറ്റി ഇൻഷാ അല്ലാ. ഷിഫയും അസ്കറും ഉമ്മമാരും യാത്ര ചെയ്യുന്നതിനിടയിൽ അവർ പറഞ്ഞു, നല്ല ആൾക്കാരല്ലേ, എന്തോ ഒരു സ്വഭാവം ആ ഉമ്മാക്കൊക്കെ. അതുമല്ല, ആ മോനാണെങ്കിൽ അതും നല്ലൊരു ചെക്കന്. നല്ല ആൾക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കലും ഒക്കെ ചെയ്യുമല്ലോ. അതൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. എന്നാലും ആ മനുഷ്യത്വമുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. മനുഷ്യ സ്വഭാവം ഏറ്റവും നന്നായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു മനസ്സിന് സമാധാനമാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ അറിയില്ല, ഒരു പോസിറ്റീവ് എനർജി. ആരുമില്ലേ അവിടെ? ആരെയും കണ്ടില്ല. രണ്ടാളും മാത്രമേ ഉള്ളൂ. എല്ലാവരും വേണമെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ പെൺകുട്ടികളുടെ വീട്ടിൽ കിട്ടൂലല്ലോ. പഠിപ്പുള്ളവരും ജോലിക്കാരൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ പോകും. പിന്നെ കയറി ഒരു വൈകുന്നേരം ആകുമ്പോൾ. അപ്പം പിന്നെ പകലൊന്നും ഒരു ഒഴിവും ഉണ്ടാവില്ല. അങ്ങനത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും. അസ്കറിൻ്റെ ഉമ്മ ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഞമ്മക്കൊക്കെ പെരേക്ക് പോലെ പെൺകുട്ടികൾ വേണം. ഹയറായ പെൺകുട്ടികളായി കിട്ടാൻ ദുആ ചെയ്യണ്. എന്തായാലും ഒന്നും വേണമല്ലോ. ഞമ്മക്ക് കണ്ടറിവുള്ള പരിചയമുള്ള നല്ല റാഹത്തായ കുട്ടികളൊക്കെ ആകുമ്പോഴേ നമ്മളെ മനസ്സൊക്കെ ഒരു സന്തോഷമാണ്. അത് കേട്ടപ്പോൾ
ഷിഫയുടെ ഉമ്മ ഒരു നിമിഷം കാതോർത്തു. ആ ശരിയാണ്, പെൺകുട്ടികളൊക്കെ നന്നായി കിട്ടണം. ഷിഫ ഒന്നും മിണ്ടിയില്ല. അസ്കറിനും മനസ്സിൽ എന്തോ ഒരിത്. ഉമ്മ സംസാരിച്ചപ്പോൾ അസ്കറിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ഷിഫയുടെ കാര്യങ്ങാനും അവിടുന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാകുമ്പോൾ ഒരു പക്ഷേ അവൾക്ക് നാണമാവും. ഹേയ്, അതൊന്നും അങ്ങനെ പറയണ്ട. അതൊക്കെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാതെ. കാരണം എൻ്റെ ഉപ്പാന്ന് വെച്ചാൽ അത്രക്കാരനാണ്, ഒരു ക്രിമിനലാണ്. ഒരിക്കലും അങ്ങനെയൊരു വീട്ടിലേക്ക്, അങ്ങനെയുള്ള പിതാവുള്ളൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയും കയറി വരാൻ ഇഷ്ടപ്പെടില്ല. കാരണം അയാളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടുകാരും കെട്ടിക്കുകയില്ല. കാരണം ആ ബാപ്പാക്ക് അങ്ങനത്തെ സ്വഭാവമാണ്, ഭയങ്കര ക്രിമിനലാണ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഉമ്മമാരും ഉപ്പമാരും അങ്ങോട്ട് കെട്ടിക്കുമോ സമാധാനത്തോടെ? ഹേയ്, ഒരിക്കലുമില്ല. പഠിച്ച റബ്ബേ, എനിക്കൊക്കെ ഇനി ഒരു പെണ്ണ് എന്നാ ശരിയാവുക. എൻ്റെ ഉമ്മാനെ നോക്കാനും എനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെ സുഖമായി ജീവിക്കാനും ഒക്കെ എന്തായാലും ഒരു പെണ്ണ് വേണം. പക്ഷേ എനിക്കറിയില്ല. അള്ളാഹുവേ, ഹൈറായത് നീ നൽകണേ റഹ്മാനെ. ശരിക്കും പറഞ്ഞാൽ അസ്കറിന് നല്ല നിരാശയുണ്ടായിരുന്നു ഉപ്പയുടെ ഈ ഒരു സ്വഭാവത്തിൽ. കാരണം അത്രക്കും നാട്ടിലാകെ അറിയപ്പെടും. പിന്നെ അതുമല്ല, ഉണ്ട് ഇഷ്ടം പോലെ ഹുസൈനാജിയെ ഇഷ്ടപ്പെടുന്നവർ. അവർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ കൊടുത്തൊക്കെ അയാളുടെ ഭാഗത്തേക്ക് ആക്കി വെച്ചേക്കാണ്. പക്ഷേ ശരിക്കും സ്വഭാവം പറഞ്ഞാൽ ആരും അടുക്കുകയൊന്നുമില്ല. കാരണം എപ്പോഴും പല ചിന്തകളാണ് ഉപ്പാക്ക്. പിന്നെ താൻ നേടാത്തത് മറ്റൊരാൾക്കും നേടാൻ പാടില്ല എന്നുള്ളൊരു വാശി കൂടി ഉണ്ട്. അവൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അസ്കറിൻ്റെ ഉമ്മ ചോദിച്ചു, അസ്കോ എന്താ മോനെ ആലോചിക്കണേ, ഒന്നും മിണ്ടാത്ത എന്താ? ഹേയ്, ഒന്നുമില്ലമ്മ, ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കൊന്നും വേണ്ട. നമ്മൾ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയല്ലേ. പിന്നെ ഞമ്മക്കിപ്പോൾ അയൽവാസികളായിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ, നല്ല മനുഷ്യന്മാർ, നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ടായാൽ തന്നെ റാഹത്താണ്. അതിൽ ഷിഫയുടെ ഉമ്മ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളവിടെ അടുത്തുണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? ഇനിയിപ്പോൾ മോനെ നീ എവിടേക്കിങ്ങനെ പുറത്ത് പോകേണ്ട അവസരം ഉണ്ടായാലും ഒരു പേടിയും പേടിക്കണ്ട. എൻ്റെ മോളുണ്ടല്ലോ ഷിഫ, ഓൾ ഉമ്മാക്ക് പേടിക്ക് പോയിക്കോളും. അതുമല്ല, ഉമ്മാക്ക് വേണേൽ അങ്ങോട്ടും വരാം, ഞങ്ങൾക്കൊരു തരക്കേടുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളെ ഹെൽപ്പ് ചെയ്യണൊരു കാര്യമല്ലേ. അവർ വീട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷമ്മാസിൻ്റെ വീട്ടിൽ ഷമ്മാസ് രാത്രി ഒന്ന് ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. മോനെ, ഇനിയിപ്പോൾ ഇന്നേരം എങ്ങോട്ടാ? ഉമ്മ, ഞാൻ വരാം. അങ്ങനെ അതാ ഷമ്മാസ് നേരെ അങ്ങാടിയിലേക്ക് പോകുന്നു. അങ്ങാടിയിലൊന്നും കൂടുതൽ സമയം ഷമ്മാസ് അങ്ങനെ പോയി നിൽക്കാറില്ല. ശരിക്കും ഷമ്മാസിനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഷമ്മാസ് കാണലില്ലല്ലോ, തിരക്കാണല്ലേ? ആ, ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു ഷോപ്പിന് ഉദ്ഘാടനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നല്ലോ. ഇൻഷാ അല്ലാ, അത് പെട്ടെന്ന് സെറ്റാക്കണം. പിന്നെ ഒരു കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ? ഇൻഷാ അല്ലാ നോക്കുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊക്കെ അറിയിക്കും. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എവിടെ നിന്നാണ് പെണ്ണ് കണ്ടുവെന്നോ സെറ്റായിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നോ? എവിടെയാണ് പെണ്ണിൻ്റെ വീട്? അത് കേട്ടപ്പോൾ ഷമ്മാസിനെ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം അത് ഒക്കെ പറയാം. ഇൻഷാ അല്ലാ ഒന്ന് റെഡി ആവട്ടെ, അതിനുശേഷം. ശരിക്കും പറഞ്ഞാൽ ഷമ്മാസ് അങ്ങനെ ചോദിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ഒരു പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ ഇക്ക കല്യാണം കഴിച്ചത് ആ സ്ഥലത്തു നിന്നാണല്ലോ. അപ്പോൾ എന്നോടൊരു പക്ഷേ അവർ ചോദിക്കും, അപ്പോൾ നിൻ്റെ ഇക്കയുടെ ആദ്യ ഭാര്യയുടെ അടുത്തുനിന്നായിരിക്കില്ലേ, അപ്പോൾ അവരെയൊക്കെ അറിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എന്ത് പറയണം? കളവ് പറയാനും വയ്യ, ഒന്നിനും വയ്യ. അപ്പോൾ പിന്നെ തൽക്കാലം അതങ്ങ് വിഷയം മാറ്റിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറയും, റെഡി ആയാലേ ഞാൻ പറയണ്ട. റെഡി ആയിട്ടൊന്നുമില്ല, ഏകദേശം ഒന്ന് കണ്ട് സെറ്റായിട്ടുണ്ട്. ഓക്കേടാ, എന്തായാലും പറയാൻ കേട്ടോ. അന്ന് മഗ്‌രിബിന് ഷമ്മാസദാ പള്ളിയിലേക്ക് എത്തുന്നു. ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു. എന്ത് പറ്റിയാവോ? ഉസ്താദിനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഷമ്മാസ് പള്ളിയിൽ കയറി ഉളൂഹ് ചെയ്യുകയാണ്. അപ്പോഴുണ്ട് ഷമ്മാസിൻ്റെ പുറത്ത് ഒരു കൊട്ടൽ. ഷമ്മാസ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആഹാ, ഉസ്താദോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലേ, ഈ സമയത്ത് കാണാറില്ലല്ലോ. അത് ഉസ്താദ് ഇന്ന് ലീവാണ്, സൺഡേ ആയതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു. പിന്നെ ഉസ്താദിനൊന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ കുറച്ചൊന്ന് രണ്ട് പേരെയൊക്കെ ഒന്ന് കാണാണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. അല്ല, എന്താ ഷമ്മാസേ
ഡേറ്റ് ഫിക്സ് ആയോ? ഉസ്താദേ, ആയിട്ടില്ല. അതിനു മുമ്പ് എനിക്കൊരു ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാമും കൂടി ഉണ്ട്. അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതും കൂടെ ഉണ്ട് സെറ്റായിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കണം. ഓക്കെ ഇൻഷാ അല്ലാ. ഷമ്മാസേ, അധികം വൈകിപ്പിക്കണ്ട കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്യണം. നല്ലൊരു ഡേറ്റ് നമുക്ക് നോക്കാം. നഴ്സൊന്നും ഇല്ലാത്ത നല്ല ദിവസം നോക്കിയിട്ട് നമുക്കങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. പഠിച്ചോ ഹയറാക്കട്ടെ. ഷമ്മാസേ, ജ്യേഷ്ഠന് സംഭവം അറിഞ്ഞിട്ടുണ്ടോ? ഉസ്താദെ, ജ്യേഷ്ഠന് സംഭവം ഇതറിഞ്ഞിട്ടില്ല. പക്ഷേ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ. തവക്കൽത്തു അലല്ലാ. അതാണ് ഷമ്മാസേ, പഠിച്ചവനുണ്ടല്ലോ കൂടെ. പഠിച്ച റബ്ബുണ്ടായ പിന്നെ എന്ത് നമ്മൾ പേടിക്കണേ? അള്ളാഹുണ്ട്. തവക്കൽത്തു അലല്ലാ. പഠിച്ചവനോട് പറയാം, ഓനൊക്കെ സോൾവ് ആക്കി തരും. എന്തായാലും ഷമ്മാസേ, നമ്മൾ ഈ കെട്ടി ഒഴിവാക്കിയ പെണ്ണ് എന്തൊക്കെ തന്നെ ആയാലും ആദ്യ ഭാര്യ എന്നും ആദ്യ ഭാര്യ തന്നെ ആയിരിക്കും. പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, സ്വർഗത്തിലെ ആദ്യത്തെ ഭാര്യയായിരിക്കും ഭാര്യ എന്നുള്ളത് അവരുടെ കൂടെ. അപ്പോൾ ഷമ്മാസ് ഇപ്പോൾ വിഷമിക്കൊന്നും വേണ്ട. എന്നാലും അവൻ ആദ്യമായി അവൻ്റെ ഭാര്യയായി വന്നത് നുസൈബയാണല്ലോ. ആ സ്ഥിതിക്ക് അവനീ ഒരു കാഴ്ച അങ്ങനെ കാണുമ്പോഴേ എന്തായാലും ഒരു ചെറിയൊരു ഷോക്ക് ഉള്ളിലേക്ക് കയറും. കാരണം എൻ്റെ പെണ്ണ്, ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണായിരുന്നു, അവൾ എൻ്റെ പെണ്ണായിരുന്നു എന്നുള്ളൊരു ആ ഒരു ചിന്താഗതി ഇങ്ങോട്ട് വരും. ചാൻസ് ഉണ്ട്, വരും. അപ്പോൾ നമ്മൾ കഴിയുന്നതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. അതായത് ജ്യേഷ്ഠൻ്റെ മുമ്പിലേക്കൊന്നും വല്ലാതെ ഇങ്ങോട്ട് പെടാതിരിക്കുക. കഴിയുന്നതും അവൾ ഹിജാബൊക്കെ വെച്ച് നടക്കുന്ന കുട്ടികളെന്നല്ല പറഞ്ഞത്. കഴിയുന്നതും ജ്യേഷ്ഠന്മാരുടെ മുമ്പിലൊക്കെ കുറച്ച് മറവിൽ നിൽക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് കിച്ചണിലൊക്കെ നമ്മൾക്ക് ഹിജാബൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ്. കിച്ചണൊക്കെ ആകുമ്പോൾ ഉമ്മയുടെ കൂടെയൊക്കെ ആകുമ്പോൾ ഒരിക്കലും കഴിയില്ല. എന്തൊക്കെ തന്നെയായാലും പിന്നെ കിച്ചണിലേക്കൊന്നും അങ്ങനെ നിൻ്റെ ജ്യേഷ്ഠന്മാരെന്നല്ല, പ്രത്യേകിച്ച് വലിയ ജ്യേഷ്ഠന്, അവളെ കെട്ടിയ ജ്യേഷ്ഠനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കണ്ണിൽ പെടാതെ കഴിയുന്നത് ഞങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം. അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. അതല്ല, ഷമ്മാസ് ഭയക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒരു ചിന്ത വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കെട്ടിയ പെണ്ണാണല്ലോ, എൻ്റെ ഭാര്യയെ വന്നവളാണല്ലോ, ഞാൻ നിക്കാഹ് കഴിച്ചവളായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരും. പ്രത്യേകിച്ച് വരാൻ കാരണം നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ, അതായത് നീയും അവനൊക്കെ നല്ല സൗഹൃദത്തിലും നല്ല സുഖമായൊക്കെ ജീവിക്കണ കാണുമ്പോൾ എന്തായാലും പിശാച്ചുണ്ടാവില്ല അവിടെ. പിശാച്ച് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവരെ തെറ്റിപ്പിരിയിപ്പിക്കാനും അതുപോലെ വേറെ രീതിയിലുള്ള പല പ്രശ്നങ്ങളും തുടക്കമിടാനും പിശാച്ചുണ്ടാവും കൂടുതൽ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണ കാണുമ്പോൾ ഓനെ ഈ ഒരു കാഴ്ച കാണാൻ ഇടവന്നാൽ അവൻ്റെ മനസ്സിൽ നല്ലൊരു എന്താ പറയുക, ഒരു അസൂയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആഹാ, ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ എൻ്റെ അനിയൻ സുഖമായി ജീവിക്കുക, എനിക്കാണെങ്കിൽ നല്ലൊരു ജീവിതമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. എന്തൊക്കെ തന്നെയാലും ആദ്യത്തെ ഭാര്യയെ ഒഴിവാക്കി കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും അത്ര പെർഫെക്റ്റ് ആണെന്നില്ല. പല പല അനുഭവങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പെണ്ണിനെ ഒഴിവാക്കിയിട്ട്, ഷമ്മാസ് ശ്രദ്ധിച്ച് കേൾക്കണം, ഒഴിവാക്കിയിട്ട് പിന്നീട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് വേറൊരു പെണ്ണിനെ, സുഖമില്ലാത്തൊരു പെണ്ണിനെ. അതായത് അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല വീട്ടിൽ വന്നതിന് ശേഷമാണ് അസുഖക്കാരിയാണ് എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ കാലാകാലം സുഖമില്ലാത്ത പെണ്ണിൻ്റെ കൂടെയാണ് ഇവൻ്റെ ഒരു ജീവിതം, ഒരു സമാധാന ജീവിതമല്ല. അതുപോലെ അങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. അതുപോലെ ആദ്യത്തെ ഭാര്യ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ ഒരു വാശിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു ദേഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവളെ ഒഴിവാക്കി. എനിക്കിഷ്ടമല്ല, എനിക്ക് അവളോട് എന്താ നല്ല ഒരു വെറുപ്പ്. അവളെനിക്ക് അങ്ങോട്ട് മനസ്സ് പിടിച്ചിട്ടില്ല. ഞാൻ പറയുന്ന രീതിയിൽ അവൾ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അവളെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു വാശി, അങ്ങനെ ഒരു വെറുപ്പ്, ആ ഒരു വാശിക്ക് മുകളിൽ അവളെ ഒഴിവാക്കുകയാണ്. പാവം നിരപരാധിയായ പെണ്ണൊന്നും അറിയണില്ല. അവൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ്. അവൾക്ക് എപ്പോഴും ഇഷ്ടം അവളുടെ ഭർത്താവിന് തന്നെയായിരുന്നു, പക്ഷേ ഭർത്താവിന് ഇഷ്ടമല്ല ആ ഒരു അവസ്ഥ. പക്ഷേ അവനക്ക് പിന്നെ കിട്ടുന്ന പെണ്ണ് അങ്ങനെ നല്ല രീതിയിൽ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒഴിവാക്കിയ ആളുകൾക്ക് പിന്നെ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവളുടെ ജീവിതം. പിന്നെയെന്ന് വെച്ചാൽ അത്ര നല്ലൊരു സുഖത്തിലൊരു ജീവിതം ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ കണ്ടുവരുന്നൊരു കേസ് തന്നെയാണത്.
അപ്പോൾ ഇവനക്ക് അവൻ്റെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ നല്ലൊരു സുഖമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ അസൂയ തോന്നും. അത് കാണുമ്പോൾ എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭാര്യയായിരുന്നല്ലോ, ആഹാ അവനിപ്പോൾ സുഖിച്ച് ജീവിക്കാം എന്നൊക്കെ തോന്നി. ഒരു പക്ഷേ അവളെ ഒന്ന് പറ്റുമെങ്കിൽ അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവളുടെ കൂടെ ഒന്ന് കഴിയാൻ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അവനക്ക് അങ്ങനെ തോന്നി തുടങ്ങും. അപ്പോൾ അതിനുള്ള ചാൻസ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. കഴിയുന്നത്ര അകലം പാലിച്ച് ജീവിക്കുക. പറ്റുമെങ്കിൽ എൻ്റെ ഷമ്മാസേ, നിന്നോട് ഞാൻ പറയാണ്, നിങ്ങൾ മറ്റൊരു ജീവിത രീതിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അതായത് തൽക്കാലത്തിന് നിങ്ങളെ വീടൊന്ന് മാറിയിട്ട് വേറൊരു വീടെടുത്തിട്ട് നിങ്ങൾ താമസിക്കുക. നീ നിൻ്റെ ഭാര്യയുടെ കൂടെ അങ്ങനെ താമസിക്കുക. എന്താ ഉസ്താദേ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഉമ്മ ഇല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മയല്ലേ കൂടുതൽ ഈ കാര്യത്തിൽ സന്തോഷിച്ചത്. ഉമ്മയുടെ കൂടെ ഒരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. മോനെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ. നിൻ്റെ ഉമ്മ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ അവളെ അല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഉമ്മയെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ പോകണം. അതിനെന്താ, ഒരു കുഴപ്പമില്ലല്ലോ. കുറച്ച് കാലെങ്കിലും, കുറച്ച് ദിവസങ്ങളെങ്കിലും നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ഏകദേശം നിക്കാഹ് കഴിഞ്ഞ അന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം അങ്ങനെയാണ് ജീവിച്ച് നിങ്ങൾ സെറ്റായി കഴിയൂലേ. ആ ഒരു ടൈമിന് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പതിയെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ടൈം എന്തൊക്കെ തന്നെയായാലും വിവാഹം കഴിഞ്ഞ ഉടനെ വെച്ചാൽ നിങ്ങൾക്ക് നീയും അവളും ഫ്രീ ആയി നിൽക്കുന്ന സമയമാണ്. അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പഠിക്കാനും പോകണ്ട, നീ ഷോപ്പിലൊപ്പം പോകില്ല. കുറച്ച് ദിവസം നിങ്ങൾ ഒന്ന് ശീലാകാൻ വേണ്ടി 2 ആഴ്ചയെങ്കിലും വൈഫിൻ്റെ കൂടെയൊക്കെ നിൽക്കുമല്ലോ. ആ ഒരു രീതിയാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സൽക്കാരങ്ങൾ, കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള ഹണിമൂൺ ആഘോഷിക്കാൻ പോലെ ടൂറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇവരിങ്ങനെ കാണാനൊക്കെ ഇടവരുമ്പോഴേ അത് സത്യം പറഞ്ഞാൽ അസൂയ കൂടുതലാക്കും അത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നങ്ങോട്ട് റെഡി ആയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അഭിപ്രായം പറഞ്ഞതാണ്. ഷമ്മാസിന് അത് കേട്ടപ്പോൾ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഉസ്താദേ, അത് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടം ഞങ്ങളെ തറവാട് തന്നെയാണ്. എൻ്റെ ഉപ്പ അവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഉമ്മാക്ക് ഇഷ്ടം ആ വീട്ടിൽ തന്നെ കഴിയാനായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഷമ്മാസെ, ജ്യേഷ്ഠനും വൈഫും ഒന്ന് വേറെ പോയാലും മതി. നിനക്ക് എത്ര ജ്യേഷ്ഠനാണ് പറഞ്ഞാൽ 2 എണ്ണം. ഓക്കെ, അപ്പോൾ 2 ഫാമിലി അവിടെ ഉണ്ടല്ലോ. അവരൊക്കെ വേറെ പോകാനൊക്കെ ഉള്ള ടൈം ആയിട്ടുണ്ടല്ലോ. അത് ഉസ്താദേ നടക്കില്ല, അവരൊന്നും പോവില്ല. അതെന്താ? അത് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒറ്റക്കായി കഴിഞ്ഞാൽ എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഉമ്മ ഉണ്ടാകുമ്പോഴേ ആ കാര്യമൊക്കെ ഉമ്മയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആർക്കും പോകാൻ ഇഷ്ടമല്ല. ഇവിടുത്തെ സുഖം എവിടെയും കിട്ടൂല ഉസ്താദേ. അതുകൊണ്ടാണ്. അങ്ങനെയാണല്ലോ ഷമ്മാസ്. ഓഹോ, അങ്ങനെ ഈ ചോദിച്ച് നോക്കും ഉമ്മാനോടൊന്ന് ജസ്റ്റ് ഈ കാര്യമൊന്ന് ചോദിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളീ ഇവിടുന്ന് കുറച്ച് വിട്ടായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയൊക്കെ എടുത്തിട്ട് അവിടെ താമസിക്കാൻ, നിക്കാഹ് കഴിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുപോവുക. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തോടെ സുഖത്തോടെ ഒരുമിച്ച് ജീവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ വെച്ചാൽ ചെയ്യുക. കാരണം എത്ര തന്നെയായാലും ഞാൻ കെട്ടിയ എൻ്റെ ഭാര്യയായിരുന്നു അത് എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാലേ അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല, പറയാൻ പറ്റൂല. മനുഷ്യന്മാരെ കാര്യമില്ല, പിന്നെ ഇബ്ലീസ് കൂടെ നടക്കല്ലേ. അതുകൊണ്ടാണ് ഷമ്മാസ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉസ്താദേ അങ്ങനെയൊന്നല്ല, എനിക്ക് എന്നും നിങ്ങൾ നല്ല ഉപദേശങ്ങളെ തന്നിട്ടുള്ളൂ. നിങ്ങൾ അവളുടെയും എൻ്റെയും സേഫ്റ്റിയാണ് ഉദ്ദേശിച്ചത് ഇവിടെ. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഷമ്മാസേ. എന്നാൽ ശരി കേട്ടോ. എന്നാൽ പിന്നെ ബാങ്ക് വിളിക്കാനൊക്കെ സമയമായി തുടങ്ങി, ദിക്ർ തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഉമ്മയോട് സംസാരിച്ച് നോക്കിയേ, അതിനനുസരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കുക, നിക്കാഹ് കഴിക്കുക, കൊണ്ടുപോവുക. എന്നാൽ പിന്നെ ആ ഒരു പെട്ടെന്ന് കാണുമ്പോഴത്തെ ഒരു ഷോക്ക് ഉണ്ടാവില്ല അതിൻ്റെ ജ്യേഷ്ഠനെ. എത്രയൊക്കെ തന്നെയായാലും എത്ര ഹിജാബിട്ട് കൊണ്ടുപോയാലും ഇനിയിപ്പോൾ അവിടെ ഒരു ചർച്ച അറിയുമെങ്കിൽ, ഒരു ചർച്ച വരുമെങ്കിൽ ഒരു പക്ഷേ അത് അവനോട് ആരെങ്കിലുമൊക്കെ പറയാൻ ഇട വരും, ഉറപ്പാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇട വന്നു കഴിഞ്ഞാൽ അവന് ഉള്ളിലൊരു പക വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ അതാ ഉസ്താദ് പള്ളിയുടെ അകത്തേക്ക് പോകുന്നു. ഷമ്മാസ് ഓരോന്ന് വിചാരിച്ചു. അവൻ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. മഗ്‌രിബിന് മുമ്പുള്ള പടച്ച റബ്ബിനോട് അവൻ
ദുആ ചെയ്യുന്നു. പടച്ച റബ്ബേ, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, റാഹത്തായിട്ട് നടക്കണേ. എനിക്കാകെയുള്ള ഭയം ഇപ്പോഴെൻ്റെ ജ്യേഷ്ഠനെയാണ്. എൻ്റെ ജ്യേഷ്ഠൻ സ്നേഹിച്ച പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അല്ലാ. പക്ഷെ അവളെൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് കടന്നുപോയി. ഇനി അവളെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല അല്ലാ. അതുകൊണ്ട് പഠിച്ച റബ്ബെ, എല്ലാ ഷറിൽ നിന്നും കാത്തു രക്ഷിക്കണം റഹ്മാനെ. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം എനിക്കും എൻ്റെ ഹിജാബിക്കും നീ തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.